ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ പ്രശസ്തനായിരുന്നു തൊപ്പി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു യുവാവ്. അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് തെറിയായിരുന്നു, തെറി പറയൽ. വാസ്തവത്തിൽ അദ്ദേഹം രസകരമായിട്ടാണ് തെറി പറയുക. അത് കേൾക്കാൻ രസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ചും യുവതി യുവാക്കൾ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും ഒക്കെ ഓടിക്കൂടി. അദ്ദേഹം എവിടെ ചെല്ലുന്നു അവിടെയെല്ലാം ജനക്കൂട്ടം അദ്ദേഹത്തെ ആർത്തുവിളിച്ചു സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സാന്തരം വന്നത്. എന്തായിരുന്നു അത്? ഈ തെറി പറഞ്ഞ് ജീവിക്കുന്നത് ഒരു പക്ഷേ തെറ്റാണെന്ന് തോന്നിയിട്ടായിരിക്കാം അദ്ദേഹം മറ്റ് തൊഴിലിലേക്ക് നീങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് സജീവമല്ല, തെറി പറയുന്ന സ്വഭാവവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മൾ ഒരാളെയും തള്ളിക്കളയരുത്. ഏത് സമയത്തും ഒരാൾക്ക് മനസ്സാന്തരം സംഭവിക്കാം. ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് നല്ല നല്ല ജീവിത രീതിയിലേക്ക് ആൾക്ക് മാറാൻ എപ്പോഴും സാധ്യതയുണ്ട്. മാത്രവുമല്ല, തൊപ്പി എന്ന ആ യുവാവ് വയസ്സായി, അസുഖമായി, ഇനി മരിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടല്ല അദ്ദേഹത്തിന് മനസ്സാന്തരം ഉണ്ടായത്. അദ്ദേഹം പ്രശസ്തനായി നിൽക്കുമ്പോൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഈ തൊപ്പിയുടെ കഥ അതുകൊണ്ടാണ് പറയാൻ കാരണം. അദ്ദേഹം ഇന്ന് എന്തൊക്കെ നല്ല തൊഴിലുകൾ ചെയ്താണ് ജീവിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും അദ്ദേഹത്താൽ മനസ്സാന്തരം സംഭവിച്ചു, നല്ല രീതിയിലേക്ക് മാറി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കാം തൊപ്പി എന്ന യുവാവിന്.